അപ്പോൾ പ്രധാനമായിട്ടും ഇന്നലത്തെ പ്രസ് ബ്രീഫിംഗ് ആയിരിക്കും പ്രധാനമായും എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടുകൾ എങ്ങനെയുണ്ടെന്ന് ആദ്യം നോക്കാം. മലയാള മനോരമയിലേക്ക് എത്തിയാൽ ഇന്നലത്തെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് 3 പേരും നടത്തിയ പത്രസമ്മേളനമാണ് പ്രധാനപ്പെട്ട ലീഡാക്കി നൽകിയിരിക്കുന്നത്. മടിക്കില്ല തിരിച്ചടിക്കാൻ എന്ന തലക്കെട്ടാണ് മലയാള മനോരമ അതിന് നൽകിയിരിക്കുന്നത്. സൈനിക തലത്തിൽ തുടർ ചർച്ച ഇന്ന് 12 മണിക്കാണ്. ഭീകരവാദത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ തുടരും, പ്രകോപിപ്പിക്കരുതെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ. അതിലൊരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. ജമ്മുവിലെ ഉധംപൂർ എയർബേസിൽ പാക് ഡ്രോൺ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ സുരേന്ദ്രകുമാർ മോഗയ്ക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന മകൾ വർത്തികയുടെ ചിത്രം കൂടി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. വധിച്ചത് 100 ഭീകരരെയാണ് എന്നാണ് പത്രം പറയുന്നത്. അതിൽ അബ്ദുൽ മാലിക് റൌഫ്, മുദസിർ അഹമ്മദ്, യൂസഫ് അസറൊക്കെ കൊടും ഭീകരനാണ്. ICE 814 വിമാനറാഞ്ചിലേക്ക് മുഖ്യ പ്രതിയാണ്. മസൂദ് അസറിൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടയാളുമാണ്. അങ്ങനെ നീണ്ട ലിസ്റ്റുകൾ ഇന്നലെ തന്നു. തകർത്ത പാകിസ്ഥാൻ ക്യാമ്പുകൾ എണ്ണിപ്പറഞ്ഞ് ഇന്ത്യ എന്നാണ് പത്രം അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വാർത്തയാണ് പ്രധാനമായിട്ടും നിറഞ്ഞു നിൽക്കുന്നത്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് വെങ്കി. അതായത് മനോരമയിൽ പുൽവാമയിലെ പങ്ക് സംബന്ധിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ശരിക്കും അത് ഇന്നലെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ഔറംഗസേബ് അഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ വൈസ് മാർഷൽ ഇന്നലെ അവരുടെ സമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, പാകിസ്ഥാനെ തൊട്ടാൽ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഞങ്ങളുടെ തന്ത്രപരമായ മിടുക്ക് എന്താണെന്ന് അവരോട്, അതായത് ഇന്ത്യയോട് പറയാൻ ശ്രമിച്ചതാണ് പുൽവാമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും പുൽവാമയുടെ ഉത്തരവാദിത്വം അവിടുത്തെ മിലിറ്ററി ഏറ്റെടുത്തിരുന്നില്ല. പുൽവാമ അവരുടെ തന്ത്രപരമായ മിടുക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതേപോലെ US ഈ വിഷയത്തിൽ ഇടപെട്ടോ, ചോദ്യം ഉന്നയിച്ചു പ്രതിപക്ഷം എന്ന വാർത്ത കൂടി അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു. മാത്രമല്ല സാർ, ഈ ഒരു വെളിപ്പെടുത്തലുണ്ടല്ലോ, അത് ഈ സമയത്ത് വളരെ നിർണായകമാണ്. അതായത് ഓപ്പണായിട്ട് ഈ പഹൽഗാമിന്റെ ഒക്കെ ഒരു അവസരത്തിൽ നമുക്കത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മുമ്പിൽ വെക്കാൻ സാധിക്കുന്ന ഒരു പ്രസ്താവനയാണ്. മാതൃഭൂമിയിലെ തലക്കെട്ട്, ലക്ഷ്യം നേടിയ പ്രഹരം, കൊല്ലപ്പെട്ടത് 40ഓളം പാകിസ്ഥാൻ സൈനികർ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വാർത്ത എങ്ങനെയാണ്, പാക് ഇന്ത്യ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ തള്ളി ഇന്ത്യൻ സേന. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പാക് മണ്ണിൽ നടത്തിയ കനത്ത പ്രഹരത്തിന്റെ തെളിവടക്കം പ്രദർശിപ്പിച്ചാണ് ഓപ്പറേഷൻ സിന്ദൂർ ഫലപ്രദമായി ഏകോപിപ്പിച്ച വിവിധ വിഭാഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത്. ദേശാഭിമാനിയിൽ ഇനിയിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. ദേശാഭിമാനിയിൽ അതിർത്തി ശാന്തം, ചോദ്യമുനയിൽ കേന്ദ്രം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. അമേരിക്ക ഇടപെട്ടോ, പഹൽഗാം ഭീകരരെ വിട്ടുകിട്ടുമോ, ഇന്റലിജൻസ് വീഴ്ചയിൽ നടപടിയെന്ത്, ഉഭയകക്ഷി കരാറുകളുടെ ഭാവി എന്താണ്? ഇത്തരം ചോദ്യങ്ങളാണ് പ്രധാനമായും കേന്ദ്രത്തോട് ചോദിക്കുന്നത്. മാത്രമല്ല, ട്രംപിന്റെ അവകാശവാദത്തിൽ മോദി വിശദീകരിക്കണം എന്നുകൂടിയാണ് പറയുന്നത്. മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലാതെ ഉഭയകക്ഷി ചർച്ച എന്നതാണ് ഇന്ത്യയുടെ ഇതുവരെയുള്ള നിലപാട്. ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നതറിയണം എന്ന് CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഗർത്തലയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഈ ആവശ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസും ഇതേ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇടപെട്ടിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ ഒരു പാർലമെന്റിന്റെ സെഷൻ വിളിക്കണം, സർവകക്ഷി യോഗം വിളിക്കണം എന്നാണ്. മാധ്യമത്തിൽ അവരും വേറൊരു ആംഗിളാണ്. അതിർത്തി ശാന്തം, ഇടനിലയിൽ തർക്കം. അവർ ഇടനിലയിലെ തർക്കമാണ് കുറച്ചുകൂടി മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ US പക്ഷേ അതിലൊരു സംശയവും വേണ്ട. നിലവിൽ ഇന്ത്യൻ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കാശ്മീർ വിഷയത്തിൽ ആഗ്രഹിക്കുന്നതേയില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാവും. ആ ചർച്ചകളൊക്കെ വളരെ സ്ട്രാറ്റജിക്കലായി നടക്കുന്ന ചർച്ചകളാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ചർച്ച രീതിയാണ്. അതെ, പക്ഷേ ഒരു മൂന്നാം കക്ഷിയെ ഉൾപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പൊസിഷനാണ്, ഇന്ത്യയുടെ ഒരു നയപരമായ പൊസിഷനാണ്. അത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഭാഗം തന്നെയാണ്. കശ്മീർ എന്നുള്ളത് ഒരു മൂന്നാം കക്ഷി പരിഹരിക്കേണ്ട വിഷയമല്ല, അതൊരു ബൈലാറ്ററൽ ഇഷ്യൂ ആണ്, അതൊരു ഉഭയകക്ഷി വിഷയമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മാർക്ക് റൂബിയോ ഒക്കെ എക്സ്പോസ്റ്റ് ഇടുമ്പോൾ വളരെ കൃത്യമായി ഇവിടെ നിന്നും S ജയശങ്കർ ഇടുന്നത് പുറത്തു നിന്നുള്ള ആരുടെയും സാന്നിധ്യമില്ലാതെയാണ്. ഇത് ഡയറക്ട്ലി ബിറ്റ്വീൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാൻ ഇന്ത്യ, അതാണ് നടന്നിരിക്കുന്നത് എന്നാണ്. ആ വിഷയത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ രാജ്യം കാശ്മീർ വിഷയത്തെ ഉഭയകക്ഷി എന്നതിനും അപ്പുറത്തേക്ക് മറ്റൊരു ആളുടെ പങ്കാളിത്തം അതിൽ ആഗ്രഹിക്കുന്നതേയില്ല. ദ ഹിന്ദു പത്രവും ഹെവി ലോസസ് ഇൻഫ്ലിക്റ്റഡ് ഓൺ പാകിസ്ഥാൻ മിലിറ്ററി, DGMO 35 to 40 Pakistani military personnel killed in combat, key installations damaged during Operation Sindoor. 35 മുതൽ
40 വരെ പാകിസ്ഥാൻ പട്ടാളക്കാരെ വധിച്ചു എന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ മാത്രവുമല്ല, ഇന്നലെ ഇന്ത്യ പാക് വെടിനിർത്തൽ സ്വാഗതം ചെയ്ത മാർപ്പാപ്പയുടെ ചിത്രവും വാർത്തയും പത്രങ്ങളെല്ലാം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. മനോരമയിൽ അത് ഇന്ത്യ പാക് വെടിനിർത്തൽ സ്വാഗതം ചെയ്ത് മാർപ്പാപ്പ എന്ന തലക്കെട്ടോടു കൂടിയാണ്. ദ ഹിന്ദുവിൽ പ്രയർ ഫോർ പീസ് എന്നാണ് ആദ്യത്തെ ലിയോ 14 എന്ന നമ്മുടെ മാർപ്പാപ്പയുടെ അഡ്രസ്സ് കാണാൻ, അഭിസംബോധന കേൾക്കാൻ വേണ്ടി ആയിരങ്ങളാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ ചത്തുരത്തിൽ ഒത്തുകൂടിയത്. അതും പ്രധാനപ്പെട്ട വാർത്തയായി പത്രമാദ്യ പേജിൽ തന്നെ നൽകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നിൽക്കുന്നത്.